എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്നതാണ് ഡാഫോഡിൽ പൂവ്. ഇന്ന് നമ്മൾ ഡാഫോഡിൽ കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇറങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ ചെറി ബ്ലോസം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഗുംന പറഞ്ഞ സ്ഥലത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി. അതുകൊണ്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളവിടെ എത്തി. വെതർ ഫോർകാസ്റ്റ് പ്രകാരം ഇന്നിവിടെ ചെറുതായിട്ട് മഴയുള്ള ദിവസമാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഇവിടെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ കാണാൻ പറ്റും. അതുപോലെ മരങ്ങളിലാണെങ്കിലും ഇലകൾക്കൊക്കെ നല്ല ഭംഗിയാണ്. അങ്ങനെ വന്ന് നമ്മൾ ഒരു 3-4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഗുംനയിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവായി ഷിൻസുയി പാർക്കിലേക്കാണ്. അവിടെ ഡാഫോഡിൽ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാഫോഡിൽ ഫെസ്റ്റ് ഏപ്രിൽ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് തുടങ്ങും. ഏപ്രിൽ മിഡൊക്കെ ആകുമ്പോഴേക്കും അത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. Your destination will be on the right. അങ്ങനെ നമ്മൾ അവസാനം എത്തിച്ചേർന്നിരിക്കുകയാണ് ഡാഫോഡിൽ തോട്ടത്തിലേക്ക്. അതിൻ്റെ ഒരു വശത്ത് മുഴുവനും സക്കുറ മരങ്ങളാണ്. അതൊരു 3 കിലോമീറ്ററോളം അങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളത് അറ്റം വരെ നടന്നു പോയി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് അഗത്സുമ റിവർ. ഇങ്ങോട്ടേക്ക് വരാൻ എൻട്രി ഫീസൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇന്ന് പൊതുവേ കുറച്ച് മഴയുള്ള ദിവസമായതുകൊണ്ട് ആൾക്കാരും കുറച്ച് കുറവായിരുന്നു. ഇവിടെ 30,000-ഓളം ഡാഫോഡിൽ ചെടികളാണ് നട്ടിരിക്കുന്നത്. അതും ഈ ഫെസ്റ്റിവലിന് വേണ്ടി മാത്രമാണ് ഇത്രയും ചെടികൾ നട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിരുന്നു. സക്കുറ മരത്തിൻ്റെ അടിയിലൂടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഇതളുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ കാറ്റ് വരുമ്പോൾ വീണുകൊണ്ടിരിക്കും. അതും ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് നക്കനോജോ ഗാർഡനിലേക്കാണ്. ഇതും ഇതുപോലെ അഗത്സുമ ഡിസ്ട്രിക്റ്റിലാണ്, ഗുംനയിൽ തന്നെയുള്ള സ്ഥലമാണ്. ഇവിടെ എത്തുമ്പോൾ സക്കുറ ട്രീയുടെ പല വെറൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നോക്കി, താഴേക്ക് ഇറങ്ങിയിരിക്കുന്ന പോലത്തെ സക്കുറ ട്രീ. അതിൻ്റെ കൊമ്പൊക്കെ സാധാരണ മുകളിലേക്കാണ് വരാറില്ല, പക്ഷേ ഇതിങ്ങനെ താഴേക്കാണ് കാണുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെ എൻട്രൻസ് ഫീസായിട്ട് ഒരാൾക്ക് 1600 yen ആയിരുന്നു കൊടുക്കേണ്ടി വന്നത്. ഇതൊരു ഗാർഡനാണ്, നക്കനോജോ ഗാർഡൻ. ഇവിടെ കൂടുതലും റോസ് ഫ്ലവേഴ്സാണ്. റോസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അതായത് 370 വെറൈറ്റീസ് ഓഫ് റോസ് മരങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീച്ച് ബ്ലോസമാണ്. ഇതാണ് ഗ്രീൻ ഹൗസ്. ഇതൊരു സീസണൽ ഫ്ലവേഴ്സിൻ്റെ ഒരു സ്ഥലമാണ്. ഓരോ സീസണിലും ഓരോ തരത്തിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ പല കളറിലുള്ള സക്കുറ മരങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ചെറി കാണാം,
അതുപോലെ തന്നെ പ്ലം കാണാം, പിന്നെ പീച്ചും കാണാൻ പറ്റും. പീച്ച് അങ്ങനെ അധികം സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ പല വഴിക്കും നല്ല ഭംഗിയുണ്ട്. ഇത് കുറേ ഏരിയയിൽ നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെയും പൊതുവെ തിരക്ക് ഭയങ്കര കുറവായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ സക്കുറ മരങ്ങളെ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് പൊക്കം വയ്ക്കാൻ സമ്മതിക്കാറില്ല. അതിങ്ങനെ ട്രിം ചെയ്ത് നിർത്താണ് കാണാറില്ല. പക്ഷേ ഇവിടെ നല്ല ഉയരത്തിൽ സക്കുറ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റി. ഇത് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാട്ടോ. അത് നല്ല രസമാണ്. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതിൽ നിറയെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു വാട്ടർ ഇമേജ് കാണാൻ പറ്റും. ഇവിടെ ഇന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു നല്ല സീനറി ഉണ്ട്. അതിൻ്റെ വാട്ടർ ഇമേജ് ഇതിൽ കാണാൻ പറ്റും. അത് നല്ല രസമുണ്ടായിരുന്നു. ഇത് എല്ലാ സീസണിലും പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഓരോ സീസണിൽ ഉണ്ടാവുന്ന ഫ്ലവേഴ്സും ആ സമയങ്ങളിലാവുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് പീച്ച് ഗാർഡനിലേക്കാണ്. ഇതൊരു സക്കുരയുടെ വെറൈറ്റി ആണെന്നാണ് തോന്നുന്നത്. ഇതാണ് പീച്ച് ഗാർഡൻ. പീച്ച് ബ്ലോസമാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ കോൺട്രാസ്റ്റായിട്ട് ഒരു യെല്ലോ കളറിലുള്ള ചെടി വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നിൽക്കുമ്പോൾ ഈ സ്ഥലം നല്ല ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ നടക്കുമ്പോഴേക്കും അവിടെ മഴ പൊടിയുണ്ടായിരുന്നു. പിന്നെ ഇതിന് നടുക്കായിട്ടൊരു ലേക്കോ എന്തോ ഉണ്ട്. പോകുന്ന വഴി നല്ല ഭംഗിയായിരുന്നു. റോഡിന് അപ്പുറം ഇപ്പുറത്തും പല കളേഴ്സിലുള്ള പൂക്കളും മരങ്ങളും ഇലകളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. പോയി നമ്മൾ അവസാനം റൂമിലെത്തി. ഇനി നാളെ. അപ്പോൾ ബൈ.